ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ ആരാണ്? ഒലിവ് വൃക്ഷമാണ്. ഒലിവ് മരം, ആ ഒലിവ് മരത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ചാണ് ഈ പകൽക്കാലം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. 8 വിധത്തിലുള്ള പ്രത്യേകതകൾ ഒലിവ് മരത്തിനുണ്ട്. അത് ഞാൻ കമ്പിവാചകങ്ങൾ പോലെ ഓരോന്നായി പറഞ്ഞ് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഈ ഒലിവ് വൃക്ഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സമൃദ്ധമായിട്ട് വളരുന്ന ഒരു വൃക്ഷമാണ്. സമൃദ്ധമായിട്ട് വളരും. ഒരു ഒലിവ് മരം നട്ടാൽ 5 വർഷത്തിനുള്ളിൽ അത് കായ്ക്കാൻ തുടങ്ങും. മാത്രമല്ല, റേഡിയോ കാർബൺ ടെസ്റ്റിലൂടെ ക്രൊയേഷ്യയിലുള്ള ഒലിവ് മരങ്ങളെ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ പ്രായക്കണക്ക് 1600 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന മരങ്ങളാണെന്ന് കണ്ടെത്തി. നമ്മൾ ചിന്തിക്കണം, 1600 വർഷങ്ങൾ, പിന്നെ 2000 വർഷങ്ങൾക്ക് അപ്പുറമായിട്ട് നട്ടുവളർത്തിയ ഒലിവ് മരങ്ങൾ ഇന്നും മിഡിൽ ഈസ്റ്റിലെ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. നിങ്ങളൊന്ന് ചിന്തിക്കണം, ഈ 1600 വർഷങ്ങൾ കടന്നുപോയിട്ടും ഈ ഒലിവ് മരങ്ങൾ, അത്രയും പ്രായമുള്ള ആ ഒലിവ് മരങ്ങൾ ഇപ്പോഴും സമൃദ്ധമായിട്ട് ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്നും കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന എന്താണ്? നല്ല ഒലിവ് മരമാക്കി മാറ്റിയിരിക്കുന്ന നമ്മിൽ നിന്നും കർത്താവ് പ്രതീക്ഷിക്കുന്നത് എപ്പോഴും സമൃദ്ധമായ ഫലങ്ങളുള്ള ഒരു ക്രിസ്തീയ ജീവിതമാണ് കർത്താവ് നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. നമ്മൾ രക്ഷിക്കപ്പെട്ടു, നമ്മൾ സ്നാനപ്പെട്ടു, ദൈവകൃപയിലേക്ക് വന്ന നാളിൽ നമുക്ക് ഒരുപാട് ഫലങ്ങൾ ഉണ്ടായിരുന്നു. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുമായിരുന്നു, ഒരുപാട് സമയം പ്രാർത്ഥിക്കുമായിരുന്നു, സുവിശേഷം പറയാൻ പോകുമായിരുന്നു, സഭയിൽ സജീവ സാന്നിധ്യമായി നമ്മൾ ജീവിക്കുമായിരുന്നു, നല്ല ക്രിസ്തു സ്വഭാവത്തിൻ്റെ ഉടമകളായിരുന്നു. എന്നാൽ കാലങ്ങൾ കടന്നപ്പോൾ, കാലങ്ങൾ പിന്നിട്ടപ്പോൾ പലരിലും യഥാർത്ഥമായ ആ ഫലങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സങ്കടകരമായൊരു വസ്തുതയാണ്. നമ്മൾ എത്ര കാലം പിന്നിട്ടാലും, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും, എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും, ദൈവത്തിൻ്റെ ജനമേ, നമ്മിൽ നിന്നും കർത്താവ് ആഗ്രഹിക്കുന്നത് സമൃദ്ധമായ ഒരു ഫലമുള്ള ഒലിവ് വൃക്ഷമായി ദൈവത്തിൻ്റെ സഭയിൽ, ദൈവത്തിൻ്റെ രാജ്യത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ബൈബിൾ ഇങ്ങനെ പഠിക്കുമ്പോൾ ഇങ്ങനൊരു വാക്യമുണ്ട്, വാർദ്ധക്യത്തിലും അവർ പുഷ്ടി പ്രാപിച്ചും ഫലം കായ്ച്ചും കൊണ്ടിരിക്കുമെന്നാണ്. ഇല്ലേ? അല്ലാതെ നമ്മൾ വിശ്വാസത്തിൽ വന്ന ആദ്യകാലങ്ങളിലുള്ള സ്നേഹവും ആത്മഫലങ്ങളും ആ സന്തോഷവും കുറച്ചു കാലം കഴിയുമ്പോൾ ഇല്ലാതാകുന്ന അവസ്ഥയല്ല. നമുക്ക് ക്ഷീണം വരുമ്പോഴും, രോഗം വരുമ്പോഴും, പ്രതികൂലം വരുമ്പോഴും എന്ത് സംഭവിക്കണം? നമ്മുടെ ഫലങ്ങൾ വർദ്ധിക്കണം. സമൃദ്ധമായ ഫലഭൂയിഷ്ടമായ ഫലമുള്ള ഒരു ക്രിസ്തീയ ജീവിതം നമുക്കുണ്ടാകണം, ഉണ്ടായേ തീരൂ. ഇതാണ് ഒലിവ് വൃക്ഷത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത എന്നറിയാമോ? ഒലിവ് വൃക്ഷങ്ങൾക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ദീർഘായുസ്സുള്ള മരങ്ങളാണ്. ഇപ്പോഴും ഈ ഭൂമിയിൽ 2000 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ഒലിവ് മരങ്ങൾ ഇന്നുമുണ്ടെന്നാണ് ശാസ്ത്രജ്ഞന്മാരത് കണ്ടുപിടിച്ചു. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ റേഡിയോ കാർബൺ ആക്ടിവിറ്റിയിലൂടെ
ഒരു വസ്തുവിൻ്റെ, ഒരു മരത്തിൻ്റെ, ഒരു ഫോസിലിൻ്റെ, ഒരസ്ഥിയുടെ കാലവർഷം കണ്ടുപിടിക്കാനുള്ള ഒരു സയന്റിഫിക്കൽ കണ്ടുപിടുത്തമാണ് കാർബൺ ആക്ടിവിറ്റി. അതിലൂടെ 2000 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന വൃക്ഷങ്ങൾ ഇന്നും ഈ ഭൂമുഖത്ത് ഒലിവ് വൃക്ഷങ്ങൾ ഉണ്ടെന്നാണ് കണ്ടെത്തപ്പെട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒലിവ് വൃക്ഷത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ദീർഘായുസ്സുള്ളതാണ്. ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവ് പറയുന്നത് പോലെ വിശുദ്ധിയോടെ, വേർപാടോടുകൂടെ, വചനത്തെ അനുസരിച്ച്, വചനത്തിൻ്റെ പാതയിൽ, ഉപദേശത്തിൻ്റെ പാതയിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് കർത്താവ് തരുന്ന ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയാമോ? ദൈവം ദീർഘായുസ്സ് തന്ന് നമ്മെ അനുഗ്രഹിക്കുമെന്നാണ്. യഹോവാഭക്തിക്കും താഴ്മയ്ക്കുമുള്ള പ്രതിഫലം എന്താണ്? സദൃശവാക്യങ്ങളിൽ പറയുന്ന ഒരു വാക്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. അവർക്ക് ദൈവം വലിയ വലിയ പ്രതിഫലം കൊടുക്കുമെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ധനം കൊടുക്കും, മാനം കൊടുക്കും, ആയുസ് കൊടുക്കുമെന്നാണ്. എഫേസ്യ ലേഖനം പഠിക്കുമ്പോൾ അവിടെ 6-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാനും നിനക്ക് നന്മയുണ്ടാകുവാനും നിന്റെ മാതാപിതാക്കളെ നീ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ വഴികളിൽ, യേശുവിൻ്റെ പാതയിൽ, ഈ സുവിശേഷം പറയുന്ന രീതിയിൽ ഒരു മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ അയാൾക്ക് ഈ ഭൂമിയിൽ എന്ത് ദൈവം തരും? ദീർഘായുസ് കൊണ്ട് അവനെ തൃപ്തി വരുത്തും. 23-ാം സങ്കീർത്തനം അങ്ങനെയല്ലേ പറയുന്നത്? ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവം. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഈ ഭൂമിയിൽ ദീർഘായുസ്സോടെ ജീവിക്കാൻ കർത്താവ് കൃപ തരും. അതിനുശേഷം, മരണത്തിന് ശേഷം ഒരു ജീവിതം നമുക്കുണ്ട്. ആ ജീവിതത്തെക്കുറിച്ച് എന്താ പറയുന്നത്? നിത്യത തൊട്ട് നിത്യത വരെ നിലനിൽക്കുന്ന ദൈവത്തോടൊപ്പം, ക്രിസ്തുവിനോടൊപ്പം ആ ദൈവസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് ദൈവം നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകുവാൻ പോവുകയാണ്. അപ്പോൾ യഥാർത്ഥ ഒലിവ് വൃക്ഷമായിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കും? ദീർഘായുസ് കൊണ്ട് ദൈവം നമ്മെ തൃപ്തിപ്പെടുത്തും. മൂന്നാമത്തെ കാര്യം, ഈ ഒലിവ് വൃക്ഷം എന്ന് പറയുന്നത് ദൈവമക്കളാണ്. രക്ഷിക്കപ്പെട്ട, സ്ഥാനപ്പെട്ട ദൈവമക്കളാണ് ഒലിവ് വൃക്ഷം. ഈ ഒലിവ് വൃക്ഷത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒലിവ് വൃക്ഷത്തെ ഒരിക്കലും നശിപ്പിക്കാൻ പറ്റില്ല. അതാണ് ഇതിന്റെ വലിയൊരു പ്രത്യേകത. അതായത് ഒരു ഒലിവ് വൃക്ഷം വേരോടെ, ബുൾഡോസറൊക്കെ ഉപയോഗിച്ച് വേരോടെ അത് കുത്തി മാന്തിയെടുത്ത് ഒരു വേര് പോലും അവശേഷിക്കാതെ അവിടെ നിന്ന് എടുത്തു കളഞ്ഞു വിചാരിക്കൂ. എന്നിട്ട് അത് ആ ഭാഗത്ത് കത്തിച്ചെന്ന് വിചാരിക്കൂ, കത്തിച്ച് ചാമ്പലാക്കി എന്ന് വിചാരിക്കൂ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി പോയല്ലോ, മൂടോടുകൂടെ പോയല്ലോ. ഇവിടുത്തെ മാവോ പ്ലാവോ നമ്മുടെ നാട്ടിലുള്ള വൃക്ഷങ്ങളെ ഇപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് വളരുക പോലുമില്ല, അത് പോയി. പക്ഷെ ഒലിവ് മരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ ഇളക്കി മറിച്ച് മാന്തിയെടുത്ത് കളഞ്ഞെന്ന് പറഞ്ഞാലും, കത്തിച്ച് കളഞ്ഞെന്ന് പറഞ്ഞാലും, വീണ്ടും കുറച്ച് കാലം കഴിയുമ്പോൾ ഒലിവ് മരത്തിന്റെ ചെറിയ ചെടി ആ നട്ടിരിക്കുന്ന, അത് ഉണ്ടായിരിക്കുന്ന സ്ഥലത്തു നിന്നും വീണ്ടും അത് വളരാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്,
യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് ആത്മനിറവോടുകൂടെ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വചനമാകുന്ന പാറയിൽ ജീവിക്കുന്ന ഒലിവ് മരങ്ങളായിരിക്കുന്ന നമ്മെ ഒരു ശത്രുവിനും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല, നശിപ്പിക്കാൻ കഴിയില്ല. എത്ര വലിയ ശത്രു, എത്ര വലിയ സൈന്യത്തോടുകൂടെ, എത്ര വലിയ തന്ത്രങ്ങളുമായി നമ്മളെ നശിപ്പിക്കുവാൻ കടന്നു വന്നാലും നമ്മളെ നശിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും. ആരാ പണിയുന്നത്? സ്തോത്രം, കർത്താവാണ്. യേശു ക്രിസ്തുവാണ് തന്റെ സഭയെ പണിയുന്നത്. യേശുവാണ് നമ്മളെ രക്ഷിച്ചത്. യേശുവാണ് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചത്. യേശുവാണ് നമുക്ക് നിത്യജീവൻ തന്നത്. യേശുവാണ് ജാതികളായ നമ്മളെ പിടിച്ച് നല്ല ഒലിവ് മരത്തിൽ ചേർത്തൊട്ടിച്ചത്. യേശുവാണ് നമ്മളെ പണിയുന്നത്. ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ, പാതാള ഗോപുരം എന്ന് പറയുന്നത് സാത്താന്റെ സർവാധികാരമാണ്. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല, ആരെയില്ല. കർത്താവിൻ്റെ സഭയെ ജയിക്കുകയില്ല. കാരണം കർത്താവിൻ്റെ യഥാർത്ഥ സഭയും കർത്താവിൻ്റെ ഒരു യഥാർത്ഥ ദൈവദാസനും കർത്താവിൻ്റെ ഒരു യഥാർത്ഥ ദൈവ പൈതലും കർത്താവിനെ വിശ്വസിക്കുന്ന ഒരു യഥാർത്ഥ കുടുംബവും സാത്താനും തമ്മിൽ യുദ്ധം ചെയ്യുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ പകൽക്കാലം ഈ സഭായോഗത്തിൽ ഞാൻ പറയട്ടെ, ആ ദുഷ്ടശക്തി ഓടിപ്പോകും, അത് തകർന്നു പോകും. കാരണം നമ്മൾ ആരാണ്? നല്ല ഒലിവ് വൃക്ഷങ്ങളാണ്. ഏത് ശത്രുവും, എത്ര വലിയ മന്ത്രവാദി ആയിക്കൊള്ളട്ടെ, കൂടോത്രം ചെയ്യുന്നവനായിക്കൊള്ളട്ടെ, എത്ര വലിയ ദുർമന്ത്രവാദം ചെയ്യുന്നവൻ നമ്മുടെ വീടിനടുത്ത് കിടന്നാലും, നമുക്കെതിരെ പ്രവർത്തിച്ചാലും, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, അവന്റെ ഒരു ആയുധവും നമുക്ക് ഫലിക്കുകയില്ല. അവൻ എന്ത് ചെയ്യുന്നുവോ അത് അവനിലേക്ക് തന്നെ മടങ്ങിപ്പോകും. കാരണം നമ്മൾ ഒലിവ് വൃക്ഷങ്ങളാണ്. എത്ര നശിപ്പിക്കാൻ തോന്നിയാലും വീണ്ടും അത് വളരാൻ തുടങ്ങും. വീണ്ടും അതിൻ്റെ ചെടികൾ അതെവിടെ ഉണ്ടായിരുന്നോ അവിടുന്ന് വീണ്ടും തഴച്ചു വളരുവാനിടയാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്രമാത്രം സന്തോഷിക്കാവുന്ന ഒരു സന്ദേശമാണ്. നമ്മളെ നശിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ. കണ്ടോ, നമ്മളെ നശിപ്പിക്കാൻ കഴിയില്ല. നമ്മളെന്നേക്കും ക്രിസ്തുവിനോടൊപ്പം നിൽക്കുന്നവരാണ്. ഇതാണ് ഒലിവ് മരത്തിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത.